ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ, അപ്പത്തിൻ്റെ, റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഗ്രേവി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 12 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. ഒരു 10-25ഓളം അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഉണക്കമുളക് ഇതുപോലെ മുറിച്ചിട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സ് അത് ഇതുപോലെ കണ്ട് ഇട്ടെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉണക്കമുളകും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ 3 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും ഉണക്കമുളകും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, തക്കാളിയിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കി തുടങ്ങാം, ചിക്കൻ ഗ്രേവി. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നന്നായിട്ട് കൊത്തി അരിയ കേട്ടോ, കൊത്തി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഗ്രേവിയിൽ ഈ സവാള ഒന്നും കാണാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം. ഇതുപോലെ നന്നായി കൊത്തി അരിയും വേണം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. അപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതും നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി മുളകൊക്കെ അരച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർക്കണ്ട കേട്ടോ, മുളക് പൊടിയൊന്നും ചേർക്കണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതേ ഒരു സ്പൂണിൽ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂണിൻ്റെ അത്രയും വലിപ്പമില്ല കേട്ടോ, ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഇതിൽ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പം മുളക് നമ്മൾ പിന്നെ പൊടിച്ചിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തപ്പോൾ അതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും നന്നായിട്ട് എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പിന്നെ ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസസ് 1 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് പൊടിയുപ്പ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കൂടുതലും കല്ലുപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇനി മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കന് എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇപ്പോൾ അത്യാവശ്യം ഒരു 1/4 വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. ഉണക്കമുളകും കാഷ്യൂ നട്ട്സും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിലൊരു ഗ്രേവി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു കാഷ്യൂ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഒരു 1/4 വേവാണല്ലോ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗരം മസാലപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 1/4 വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം ഒന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം നല്ല ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ പൊറാട്ടൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അല്ലേ ചേർത്ത് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.